അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എന്തുകൊണ്ടും വിശ്വാസികളുടെ മനോനുകരത്തിൽ വലിയ ആനന്ദത്തിന്റെ, ലോകം മുഴുവനും പുണ്യവസന്തത്തിന്റെ നറുനിമിഷങ്ങൾ നമ്മിലേക്ക് സമ്മാനിക്കുകയാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ച്, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച അസ്തമിച്ച് പിറ കണ്ടാൽ ഇന്ന് പുണ്യ റബീഉൽ അവ്വലിന്റെ ആദ്യ രാവാണ്. ഇന്ന് പിറ കണ്ടില്ല എങ്കിൽ പരിശുദ്ധമായ സഫർ 30 പൂർത്തിയാക്കി വെള്ളിയാഴ്ച അസ്തമയം കഴിഞ്ഞ് ശനിയാഴ്ച പരിശുദ്ധമായ മുഹറം 1 റബീഉൽ അവ്വൽ 1 നമ്മൾ കാണും. ഇന്ന് പിറ കണ്ടാൽ, വ്യാഴാഴ്ച അസ്തമിച്ച് പിറ കണ്ടാൽ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 1, ഇന്ന് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി വെള്ളിയാഴ്ച രാവ് റബീഉൽ അവ്വലിന്റെ ആദ്യ രാവുമാണ്. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, ഇന്ന് പിറ കണ്ടാൽ പുണ്യ റബീഉ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പിടി കാര്യങ്ങൾ, നാം ഒരുക്കി വെക്കേണ്ട, നമ്മുടെ വീടും നമ്മുടെ പരിസരവും നാമും ഒരുക്കി തയ്യാറാക്കേണ്ട ഒരു പിടി കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് വേഗം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്, ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞു. മഗ്‌രിബ് കഴിഞ്ഞപ്പോൾ നമ്മൾ വാർത്ത കിട്ടി, പിറ കണ്ടു. ഖാദിമാർ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചു. നമുക്ക് കേരളത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് വന്നു, പിറ കണ്ടു. നാളെ റബീഉൽ അവ്വൽ 1, ഇന്ന് റബീഉൽ അവ്വൽ ആദ്യ രാവെന്ന് പിറ കണ്ടു എന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസയോഗ്യമായ വാർത്ത നമുക്ക് കിട്ടിയാൽ നമ്മൾ പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹില്ലനാ അലൈന ഹില്ലഹു അലൈന ബിൽ-അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു ഖൈരിൻ വറുഷ്ദ് എന്ന് പറയാം. ഇത് നമ്മൾ പറയാം. പിറ കാണുമ്പോൾ ചൊല്ലുന്ന ദുആ നമ്മൾ എന്ത് ചെയ്യുക? ചൊല്ലുക. അത് കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ പിറ കാണുമ്പോൾ ദുആ ചെയ്യുക. സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഒരാള് ഒരു മാസത്തിന്റെ ആദ്യ രാവിൽ പാരായണം ചെയ്താൽ അവൻ ആ ഒരു മാസം അള്ളാന്റെ കാവലുണ്ടെന്നാണ്. ആ മാസം മുഴുവൻ അവൻ അനുകൂലമാണെന്നാണ്. ശർറുകളെ തൊട്ട് കാവലെന്നാണ്. സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക. അത് കഴിഞ്ഞു സൂറത്തുൽ മുൽക്ക് നമ്മൾ സാധാരണ വാക്യങ്ങൾ നമ്മൾ ഓതുന്ന ദിക്റുകളും ദുആകളൊക്കെ നമുക്ക് ചെല്ലാം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത്, പ്രിയമുള്ളവരെ, പിറ കണ്ടാൽ നമ്മുടെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, ആ സന്തോഷത്തിന്റെ പേരിൽ, ആനന്ദത്തിന്റെ പേരിൽ ഒരു 100, ഏറ്റവും കുറഞ്ഞ കാര്യം പറയാട്ടോ, ഏറ്റവും കുറഞ്ഞത് പറയാം, ഒരു 100 സ്വലാത്ത് അന്ന് ചൊല്ലിയിരിക്കണം. ആ നിമിഷം ഇന്ന് രാത്രി നമ്മൾ ചൊല്ലിയിരിക്കണം. അതായത് പിറ കണ്ടു എന്ന് അറിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു 100 സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ, ഏത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം ഏത് വേണം നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു 100 സ്വലാത്ത്. പിറ കണ്ടു, പുണ്യ റബീഇന്റെ പിറ കണ്ടു, നാളെ റബീഉൽ അവ്വൽ 1 അറിഞ്ഞ് ഒരു 100 സ്വലാത്ത് സ്പോട്ടിൽ അങ്ങ് ചൊല്ലിയേക്കുക. അത് നബി തങ്ങളുടെ വരവറിയിക്കുന്ന, മദ്ഹിന്റെ ഗീതങ്ങൾ മുഴങ്ങുന്ന പുണ്യ റബീഇനുള്ളൊരു സന്തോഷത്തിന്റെ മാനസികമായ ഒരുക്കമാണ് അല്ലേ? പിന്നെ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ മനസ്സുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ പുണ്യ റബീഉൽ അവ്വൽ, ചില ആളുകൾ പറയും നബി തങ്ങൾ വഫാത്തായതല്ലേ, പിന്നെ സ്വഹാബത്ത് ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ, ഘോഷയാത്ര നടത്തിയിട്ടുണ്ടോ? അതൊക്കെ പൊട്ടന്മാര് പറയും. നമ്മൾ നോക്കണം, ഇതാ ഖാതമുഹുൽ ജാഹിലൂന ഖാലു സലാമ, ഖുർആൻ പറഞ്ഞതാണ്. വിവരമില്ലാത്തവർ സംസാരിച്ച അവരോട് സലാം പറഞ്ഞ് മടക്കിയൊക്കെ സംസാരിക്കണ്ട, നമ്മൾ സംസാരിക്കേണ്ട. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ടാൽ 3 ദിവസത്തിൽ കൂടുതൽ അവിടെ മരണ സങ്കടങ്ങളും വിഷമങ്ങളും അനുശോചനങ്ങളും ഒന്നുമില്ല. 3 ദിവസം വരെ ദുഃഖാചരണമാണ്, അത് ആചരിക്കാം. അത് കഴിഞ്ഞ ഭാര്യ മാത്രം, ഭർത്താവ് മരണപ്പെട്ട ഭാര്യ മാത്രം 4 മാസവും 10 ദിവസം ഇരിക്കുക. അല്ലാത്തവരുടെ മരണത്തിനെ കുറിച്ചുള്ള ദുഃഖങ്ങളോ അതിന്റെ വിടവുകളോ സങ്കടങ്ങളോ നൊമ്പരങ്ങളോ ഇല്ല. അതുകൊണ്ട് മരണം, നിബിതങ്ങളുടെ വഫാത്ത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഈ മുത്തനിബിതങ്ങൾ ജന്മദിനം കൊണ്ട് രഹിതമായ മാസം, നിബിതങ്ങൾ വന്നത് കൊണ്ടല്ലേ ലോകം ഉണ്ടായത്, നമ്മളുണ്ടായത്, ദീൻ നമ്മളിലേക്ക് വന്നത്, നമുക്ക് മുസ്ലിം ആകാൻ പറ്റിയത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പുണ്യ റബിയെ കടന്നു അതിന്റെ സന്തോഷം നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ മനസ്സിൽ ഇനിയിപ്പോ ഘോഷയാത്ര, മൗലിദ് ഓതണം, പള്ളിയിൽ ഇനി മൗലിദ് ഓതണം, അവിടെ പോയിരിക്കണം, അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹ് കാക്കട്ടെ. അപ്പൊ നമ്മൾ അത് കൃത്യമായി മനസ്സിനൊരു സന്തോഷം നൽകുക. അതോടൊപ്പം ഒരു ഹെക്കായത്തെങ്കിലും മൗലിദ്, നമുക്കറിയാം, നമ്മൾ സാധാരണ എല്ലാ പള്ളികളിലും പുണ്യമായ റബീഉൽ അവ്വലിൽ മൻകൂസ് മൗലൂദ് പാരായണം ചെയ്യാറുണ്ട്. നബി തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന എല്ലാ പള്ളികളും പാരായണം ചെയ്യലുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കഴിഞ്ഞൊക്കെ ചില പള്ളികൾ അസർ കഴിഞ്ഞിട്ടായിരിക്കും, ചില പള്ളികളിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ടായിരിക്കും, ചില പള്ളികൾ ഇശാ കഴിഞ്ഞിട്ടായിരിക്കും. എപ്പോഴായാലും നമ്മൾ അവിടെ ഒന്ന് ഇരിക്കുക. ഒരു 15-20 മിനിറ്റല്ലേ ഉള്ളൂ, അവിടെ ഇരിക്കണം. അത് നബി തങ്ങളുടെ ഇഷ്ടം കിട്ടാൻ, അനുരാഗം കിട്ടാൻ വലിയ കാരണമാണ്. ആ സദസ്സിലൊന്ന് പങ്കെടുക്കുക. ഉമ്മമാരെ, നിങ്ങൾക്ക് അതിന് ഭാഗ്യം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹു ആരോഗ്യം
മാഫി തന്നാൽ നമുക്ക് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഈ ചാനലിലൂടെ മഗ്‌രിബിന് തൊട്ട് മുമ്പ് സാധാരണ ദിക്റുകളും ദുആകളും ചൊല്ലുന്ന സദസ്സിൽ തന്നെ നമുക്ക് മൻഖൂസ് മൗലിദ് ഓരോ ദിവസം പാരായണം ചെയ്യണം. അതിന് അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കാനുള്ളത്, നാം ചിന്തിക്കാനുള്ളത്, ആ പുണ്യ റബീഇനെ വരവേറ്റ് മൗലിദ് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അത് ചിലപ്പോൾ ഓതാൻ അറിയില്ല. ഓതാൻ അറിയാത്തവർ പള്ളിയിലൊക്കെ ഓതുന്ന കേൾക്കും മൈക്കിൽ ഇങ്ങനെ കേട്ടിരിക്കണം, കൂടെ സ്വലാത്ത് ചൊല്ലണം. അതൊക്കെ വലിയ സന്തോഷമാണ്. അതോടൊപ്പം നമ്മൾ ആ സന്തോഷം പങ്കിടുന്നതിൻ്റെ കൂട്ടത്തിലാണ് വീടുകളൊക്കെ ഒന്ന് അലങ്കരിക്കണം. എന്ന് പറയുമ്പോൾ ആർഭാടം കാണിക്കണമെന്നല്ല. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളുടെ കല്യാണം വന്നാൽ, മകൻ്റെ കല്യാണം വന്നാൽ പെയിൻ്റ് അടിക്കും ഇല്ലേ, പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ മാറ്റും ഇല്ലേ, ചവിട്ടുമെത്തകൾ മാറ്റും, അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കും. അതുപോലെ ആരംഭപ്പൂവായ മുത്തിന് ജന്മദിനമാണ്, നിങ്ങൾ പെയിൻ്റ് അടിക്കണമെന്നോ വീട് അങ്ങനെ ആർഭാടം കാണിക്കണമൊന്നുമല്ല. ഒരു തോരണങ്ങൾ വരച്ച് കെട്ടുക, കുറച്ച് കളർ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ, വലിയ സാമ്പത്തികം ഇല്ലെങ്കിൽ വരുന്നില്ല എങ്കിൽ ചെറിയ കളർ ലൈറ്റ് ഇടുക, അതൊക്കെ വലിയ സന്തോഷമാണ്. അതൊരു മുത്തനബി തങ്ങളുടെ ജന്മദിനത്തിന്റെ വരവറിയിക്കലാണ്. അതോടൊപ്പം പള്ളികളിലൊക്കെ നമ്മൾ ഭാഗവാക്കാവുക, ഘോഷയാത്രകളിൽ പങ്കെടുക്കുക, നബിദിനത്തിന്റെ ആ മൗലിദ് സദസ്സിലേക്ക് ചീരണി ഭക്ഷണം കൊടുക്കുക. ഈ പുണ്യ റബീ കടന്നവരും നമ്മൾ ഒരുങ്ങേണ്ടതാണ്. നമ്മുടെ പള്ളിയിൽ 12 ദിവസം മൗലിദ് ഓതും. 12 ദിവസം ചില പള്ളികളിൽ ഓതും, ചില പള്ളികളിൽ 30 ദിവസം ഓതും. നമ്മൾ എന്ത് ചെയ്യുക, കഴിയുമെങ്കിൽ ദിവസങ്ങളിൽ ചെറിയൊരു ചീരണി വീട്ടിൽ ചില ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉമ്മമാരെത്തി പായസം ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കൊടുത്തു വിടുക. കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, കുറച്ച് പേരെ പള്ളിയുണ്ട്, 10-15 പേരൊക്കെ മൗലിദ് സദസ്സ് ഉണ്ടാകലുള്ളൂ. ആളുകൾ കുറവാണ്, ആർക്കും വേണ്ട. നമുക്ക് നിബിധങ്ങളെ, നമുക്ക് വേണ്ടത് നിബിധങ്ങൾക്ക് നമ്മളെ വേണം. അവിടെയാണ് മഹത്വം മനസ്സിലാക്കാനുള്ളത്. നമുക്ക് വേണ്ടി ജീവിച്ച പ്രവാചകരാണ്. അവത്തി പായസമൊക്കെ ഉണ്ടാക്കാം. ഒരു ദിവസം ഒരു പായസം ഉണ്ടാക്കിയിട്ട് പള്ളിയിലെ കമ്മിറ്റിക്കാരോട് പറയാം, ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചീരണി ഉണ്ട് കേട്ടോ, പായസം ഉണ്ട് കേട്ടോ, അത് എത്തിക്കാം എന്ന്. അതൊക്കെ വലിയ സന്തോഷമാണ്. ഈ റബീഉൽ അവ്വൽ നമ്മൾ ചിന്തിക്കണം, ഒരു ദിവസമെങ്കിലും നമ്മുടെ പള്ളികളിൽ നമ്മുടെ വകയായി ഒരു ചീരണി കൊടുക്കണം എന്ന് ചിന്തിക്കുക. കുറഞ്ഞ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒരു മധുരം, അത് മതി, അതൊരു ബറക്കത്താണ്. എത്രയോ മഹാന്മാരുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. അള്ള ഭാഗ്യം തരട്ടെ, അതൊക്കെ പഠിക്കാനുണ്ട്. റബീഉൽ അവ്വലിന്റെ മാസത്തിൽ പ്രവാചക കഥകളും ചരിത്രങ്ങളും അനുഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ചീരണി നമ്മൾ കൊടുക്കുക, ഘോഷയാത്രകളൊക്കെ പങ്കെടുക്കുക, ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക. ഇതൊക്കെ പുണ്യ റബീഉൽ അവ്വലിനെ ആദരിക്കുന്നതിനെ ബഹുമാനിക്കുന്നതിന് മഹത്വമാണ്. വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. ഉമ്മമാരെ, വീട്ടിലെല്ലാ ദിവസവും റബീഉൽ അവ്വലിന്റെ 30 ദിനരാത്രങ്ങളും എന്നല്ല, ഇത് കഴിഞ്ഞും ചൊല്ലാം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ പറയാനുള്ളത്, നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളെ കൊണ്ടൊരു 100 സ്വലാത്ത് നമ്മൾ ചൊല്ലിപ്പിക്കണം എല്ലാ ദിവസവും. പിറകാണുമ്പോൾ ചൊല്ലുന്ന നമ്മൾ പറഞ്ഞു കൂടാതെ എല്ലാ ദിവസവും മക്കളെ, നബിദിനമാണ്, റബീഉൽ അവ്വലാണ്, മുത്ത് നബിതങ്ങളുടെ ജന്മദിനമാണ്, ചൊല്ലിക്കോ ഒരു 100 സ്വലാത്ത് നമ്മൾ ചൊല്ലണം. മക്കളെ കൊണ്ട് 100 സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ടുള്ളത് മക്കളെ ഉറക്കരുത്. അതിന് വലിയ മക്കളായാലും ചെറിയ മക്കളായാലും ഒരു 100 സ്വലാത്ത് നമ്മൾ ചൊല്ലിപ്പിക്കണം. അതൊക്കെ വലിയ പൊരുത്തമാണ് പ്രിയമുള്ളവരെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം മുത്തനബി തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ ഈ മാസത്തിൽ അധികരിപ്പിക്കണം. മുത്തനബി തങ്ങളുടെ സുന്നത്ത് അധികരിപ്പിക്കണം. നബിതങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹ മാസമല്ലേ. ബാത്റൂമിൽ കയറുമ്പോൾ തലമറയ്ക്കണം, ഇടത് കാല് മുന്തിക്കണം, വലത് കാല് ഇറങ്ങുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, വസ്ത്രം കഴുകുമ്പോൾ, മുറ്റമടിക്കുമ്പോൾ എന്തൊക്കെ സുന്നത്തുകളുണ്ടോ അതെല്ലാം ഈ മാസത്തിൽ കുറച്ച് അധികമായി അധികരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ഇത്തിബാഉസ് സുന്ന, മുത്തനബി തങ്ങളുടെ പിൻപറ്റലാണെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെ പറയുന്ന നബിതങ്ങളുടെ പേരുകൾ ഒരുപാടുണ്ട്. ആ പേരുകളൊക്കെ അറിയുമെങ്കിൽ അതൊക്കെ പാരായണം ചെയ്യുക. നബിതങ്ങളുടെ പരിശുദ്ധമായ പേര് പറയപ്പെട്ട നബിതങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്ന സൂറത്തുകൾ, സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, സൂറത്തുൽ ഫത്ഹിന്റെ അവസാന ആയത്ത്. അതോടൊപ്പം തന്നെ പിന്നെ നബിതങ്ങൾക്ക് സങ്കടം വന്നപ്പം, നബിതങ്ങൾക്ക് സങ്കടം വന്നപ്പോൾ അള്ളാഹ് അറിയിച്ചു കൊടുത്തു, വല്ലുഹാ വല്ലൈലി ഇദാ സജ, സൂറത്തുൽ ളുഹ നമുക്ക് പാരായണം ചെയ്യാം. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷം നൽകി അലം നശറഹ ലക സദർ സൂറത്ത് പാരായണം ചെയ്യാം. ഇന്നാ അത്തൈനാക്കൽ ഗുഫർ പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന് സന്തോഷം കൊടുത്ത സൂറത്തുകളാണ്. അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യാം. തീരുമാനം ഇതൊക്കെ നിബിധങ്ങളുള്ള പ്രവാചകനുരാഗമാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, ഈ പുണ്യ റബീഇനെ നമുക്ക് എത്രത്തോളം സന്തോഷം, മദ്ഹുകളൊക്കെ പാടാം, മദ്ഹുകളൊക്കെ നമുക്ക് പറയാം. മക്കളെയൊക്കെ മദ്രസ കുട്ടികളുടെ പരിപാടികളിലേക്ക് പ്രസംഗങ്ങളും പാട്ടുകളും മദ്ഹുകളൊക്കെ നമ്മൾ പറയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രവാചക സ്നേഹം നമ്മുടെ കൽബിൽ അലിഞ്ഞു ചേരണം. അതിനാണ് റബീഉൽ അവ്വൽ. നമ്മുടെ കേവലം ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം സ്നേഹം പോരാ, എപ്പോഴും നമ്മുടെ കൽബിൽ ആ പ്രവാചകനുള്ള അധമ്യമായ പ്രണയം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹ് കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പ്രവാചക ചര്യയിലായി ജീവിക്കുക അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.